സ്തോത്രം. അനുഗ്രഹിക്കപ്പെട്ട ഈ പ്രഭാതം ദൈവം നമുക്ക് നൽകിയിരിക്കുകൊണ്ട് നമുക്ക് ദൈവത്തിന് നന്ദിയോടെ സ്തോത്രം അർപ്പിക്കാം. ഇന്ന് ഈ പ്രഭാത ധ്യാനത്തിനായി നമ്മൾ തെരഞ്ഞെടുത്തിരിക്കുന്ന വിഷയം ആത്മീയ ശക്തി നേടുക എന്ന വിഷയത്തെ ആസ്പദമാക്കിയാണ്. ആധാരവാക്യമായി തെരഞ്ഞെടുത്തിരിക്കുന്നത് മർക്കോസിന്റെ സുവിശേഷം 1-ാം അധ്യായം 35-ാം വാക്യം. അത് ഇപ്രകാരം പറയുന്നു: അതികാലത്ത് ഇരുട്ടോടെ അവൻ എഴുന്നേറ്റ് പുറപ്പെട്ട് ഒരു നിർജ്ജന സ്ഥലത്ത് ചെന്ന് പ്രാർത്ഥിച്ചു. പ്രിയപ്പെട്ട ദൈവ കുഞ്ഞുങ്ങളെ, നമ്മുടെ ക്രിസ്തീയ ജീവിതത്തില് നമുക്ക് ധാരാളം പോരാട്ടങ്ങളാണ്. ഏതൊരു ക്രിസ്തീയ പൈതലിനും ധാരാളം പോരാട്ടങ്ങളെ നേരിടേണ്ടതുണ്ട്. ദൈവ പൈതങ്ങൾക്ക് ധാരാളം ചുമതലകൾ, പ്രത്യേകിച്ച് സ്ത്രീകളായിരിക്കുന്ന നമ്മൾക്ക് വളരെയധികം ചുമതല സ്വർഗത്തിലെ ദൈവം ഏൽപ്പിച്ചിരിക്കുകയാണ്. കാരണം നമ്മുടെ കുഞ്ഞുങ്ങളെ അനുഗ്രഹിക്കപ്പെട്ട ക്രിസ്തീയ കുഞ്ഞുങ്ങളാക്കി മാറ്റുന്നത് തന്നെ നമ്മുടെ ജീവിതത്തിൽ സ്വർഗീയ പിതാവ് ഏൽപ്പിച്ചിരിക്കുന്ന ഏറ്റവും വലിയ ഒരു ചുമതലയാണ്. അതുപോലെ ദൈവ പൈതങ്ങളായിരിക്കുന്ന നമ്മൾക്ക് ദൈവം തന്നിരിക്കുന്ന ഏറ്റവും വലിയൊരു ചുമതലയാണ് നമ്മൾ ഏറ്റവും അനുഗ്രഹിക്കപ്പെട്ട മാതൃകകളായി മാറണമെന്നുള്ളത്. നമ്മൾ വിചാരിക്കും, നമ്മൾ എന്ത് മാതൃകയാകാനാണ്? നമ്മളെ ആരാണ് ശ്രദ്ധിക്കുന്നത്? നമ്മൾ എന്തിനു മാതൃകയാകണം? ഞാൻ ഇനി പള്ളിയിൽ പോകുന്നു, അവിടെ 2-3 പേരേ ഉള്ളൂ, അല്ലെങ്കിൽ അവർക്കൊക്കെ ഞാൻ എന്ത് മാതൃകയാകാനാണ്? പ്രിയപ്പെട്ടവരെ, അങ്ങനെ ഒരിക്കലും ചിന്തിക്കരുത്. നമ്മളെ ശ്രദ്ധിക്കുന്ന അനേകം മക്കളുണ്ട്. നമ്മുടെ സഭയിലായാലും, നമ്മൾ പുറത്തിറങ്ങുമ്പോഴും, നമ്മൾ മാർക്കറ്റിംഗ് പ്ലേസിലായിരിക്കുമ്പോഴും, നമ്മൾ എവിടെ പോയാലും നമ്മളെ വീക്ഷിക്കുന്ന ഒരുപാട് ജനങ്ങളുണ്ട്. നമ്മൾ എവിടെ പോകുമ്പോഴും ഉത്തമ മാതൃകയായിരിക്കണം. ഇതൊക്കെ ചെയ്യണമെങ്കിൽ നമ്മൾക്ക് ആത്മീയ ശക്തി പ്രാപിക്കേണ്ടതുണ്ട്. ആത്മീയ ശക്തി നമ്മൾ പ്രാപിക്കണമെങ്കിൽ നമുക്ക് വളരെ പ്രാർത്ഥന ആവശ്യമായിരിക്കുന്നു. ഇതിന് ഏറ്റവും വലിയ ഉദാഹരണമാണ് നമ്മുടെ കർത്താവായ യേശു ക്രിസ്തു തന്നെ. കർത്താവായ യേശു ക്രിസ്തു ഏകാന്തത ആഗ്രഹിച്ചു പ്രാർത്ഥിക്കാൻ. നമ്മൾ കാണുന്ന കർത്താവ് മലഞ്ചരിവുകളിലും ഏകാന്ത സ്ഥലങ്ങളിലും ഒക്കെ പോയിരുന്ന് വളരെ ആത്മാർത്ഥമായി പിതാവുമായുള്ള ബന്ധത്തിൽ ഏർപ്പെടുന്നു. ആ ശക്തി കൊണ്ടാണ് ഈ ഭൂമിയിൽ ഇറങ്ങി മനുഷ്യർക്ക് സൗഖ്യം നൽകുന്നു, മരിച്ചവരെ ഉയർപ്പിക്കുന്നു, കുരുടന് കാഴ്ച നൽകുന്നു, മുടന്തനെ എഴുന്നേൽപ്പിച്ച് നടത്തുന്നു. ഈ ശക്തി പിതാവിൽ നിന്ന് പ്രാപിച്ചതാണ്. ഏകാന്തതയിലുള്ള പ്രാർത്ഥനയിലൂടെ യേശു ക്രിസ്തു പ്രാപിച്ചെടുത്ത ശക്തി കൊണ്ടാണ് ഈ വേല ചെയ്തത്. വീണ്ടും കർത്താവ് സന്ധ്യാസമയത്ത് ഏകാന്തതയിൽ പോയിരുന്ന് പ്രാർത്ഥിക്കുന്ന തിരുവചനം കാണുന്നു. ഗതസ്തമന തോട്ടം കർത്താവ് ദിനംതോറും പോയിരുന്ന് പ്രാർത്ഥിക്കുന്ന ഒരു ഏകാന്ത സ്ഥലമായിരുന്നു. നഗരം വളരെ തിരക്കേറിയതായിരുന്നത് കൊണ്ട് നഗരത്തിന്റെ തിരക്കൊക്കെ വിട്ടുകളഞ്ഞുകൊണ്ട് ഏകാന്ത സ്ഥലങ്ങളെ ആശ്രയിച്ച് അവിടെ പോയിരുന്ന് പിതാവിനോട് പ്രാർത്ഥിക്കുന്നു. എന്നാൽ ചില രാത്രികളിൽ രാത്രി മുഴുവനും കർത്താവ് കണ്ണുനീരോട് കൂടെ ദൈവസന്നിധിയിൽ പ്രാർത്ഥിക്കുന്നതായി നമ്മൾ കാണുന്നു. എന്റെ ജീവിതത്തിൽ എല്ലാ ദിവസവും രാത്രി മുഴുവൻ പ്രാർത്ഥിച്ചെന്നല്ല ഞാൻ പറയുന്നത്. ചില സമയങ്ങളിൽ തന്റെ ഹൃദയത്തെ തകർക്കുന്നതായ അനേകം പ്രശ്നങ്ങൾ ജീവിതത്തിൽ ആഞ്ഞടിച്ചപ്പോൾ കർത്താവായ യേശു ക്രിസ്തു രാത്രി മുഴുവനും പിതാവിന്റെ സന്നിധിയിൽ ഇരുന്ന് പ്രാർത്ഥിക്കുന്നതായി നമ്മൾ കാണപ്പെടുന്നു. അതുപോലെ കർത്താവ് മറുരൂപമലയിലേക്ക് പിതാവുമായുള്ള ബന്ധത്തിന് കടന്നു പോകുന്നു. അവിടെ താൻ പോകുമ്പോൾ തന്റെ ഏറ്റവും പ്രിയപ്പെട്ട ശിഷ്യന്മാരായ പത്രോസിനെയും യാക്കോബിനെയും യോഹന്നാനെയും ഒക്കെയും കൂടെ കൂട്ടിക്കൊണ്ട് പോകുന്നു. ആ പിതാവുമായുള്ള ബന്ധത്തിൽ ആയപ്പോൾ കർത്താവായ യേശു ക്രിസ്തുവിന്റെ മുഖം സൂര്യനെ പോലെ പ്രകാശിക്കുന്നു. തന്റെ വസ്ത്രം ഒരു അലക്കുകാരനും വെളുപ്പിക്കാൻ കഴിയാത്തവണ്ണം അത്ര തിളക്കമേറിയ വസ്ത്രമായി മാറുന്നതായി നമ്മൾ കാണപ്പെടുന്നു. പിതാവുമായിട്ടുള്ള ആ ബന്ധത്തിൽ നമ്മുടെ സീനായിലെ അനുഭവം നോക്കുമ്പോൾ മോശ കർത്താവായ യേശു ക്രിസ്തുവുമായുള്ള ആ ബന്ധത്തിലായിരുന്നപ്പോൾ തന്റെ മുഖം തിളങ്ങുന്നു. വേറെ ആർക്കും പിന്നെ മുഖത്ത് നോക്കാൻ കഴിയാത്തവണ്ണം തിളക്കമുള്ള മുഖമായി മാറുന്നു. അത് ദൈവവുമായിട്ടുള്ള നിരന്തര ബന്ധം കൊണ്ടാണ് അതൊക്കെ സംഭവിച്ചത്. നമ്മുടെ കർത്താവായ യേശു ക്രിസ്തു അനേക രോഗികളെ സൗഖ്യമാക്കുന്നു, കാറ്റിനെയും കടലിനെയും ഒക്കെ ശാസിക്കുന്നു. ഇത്ര ശക്തനായവനായിരുന്നു കർത്താവായ യേശു ക്രിസ്തു. എങ്കിലും പലപ്പോഴും വളരെ കണ്ണുനീരോടും കരച്ചിലോടും കൂടെ ദൈവസന്നിധിയിൽ നിലവിളിക്കുന്നതായി നമ്മൾ കാണപ്പെടുന്നു. എന്റെ പ്രിയ ദൈവ കുഞ്ഞുങ്ങളെ, കർത്താവായ യേശു ക്രിസ്തു രാജാതി രാജാവായ
കർത്താവായ യേശു ക്രിസ്തു, രാജകുമാരനായ കർത്താവ് യേശു ക്രിസ്തു ഇത്ര കണ്ണുനീരോടും കരച്ചിലോടും കൂടെ ദൈവസന്നിധിയിൽ പ്രാർത്ഥിക്കുന്നുവെങ്കിൽ എനിക്കും നിങ്ങൾക്കും എത്രയധികമായി പ്രാർത്ഥിക്കേണ്ടതായിരിക്കുന്നു. പാപികളായിരിക്കുന്ന നമ്മൾക്ക് എത്രയധികം ഹൃദയ നുറുക്കത്തോടു കൂടെ പിതാവിന്റെ സന്നിധിയിൽ പ്രാർത്ഥിക്കേണ്ടതായിട്ടുണ്ട്. പ്രിയപ്പെട്ടവരെ, നമ്മൾ വളരെ ശ്രദ്ധയോടുകൂടെ കാത്തിരിക്കേണ്ടതുണ്ട്. ദൈവസന്നിധിയിൽ നമ്മൾ പ്രാർത്ഥിക്കുകയും നമ്മൾ പ്രവർത്തിക്കുകയും ചെയ്യണം. ഇതാണ് ഒരു ക്രിസ്ത്യാനിയുടെ ആപ്തവാക്യങ്ങൾ. പ്രിയപ്പെട്ട ദൈവമക്കളെ, സ്വർഗത്തിൽ നൽകപ്പെടുന്ന ശക്തിയും കൃപയും കൊണ്ട് മാത്രമേ പ്രലോഭനങ്ങളെ നേരിടുവാൻ നമ്മൾക്ക് കഴിയുകയുള്ളൂ. അതിനായി നമ്മൾക്ക് ആത്മശക്തി പ്രാപിച്ചേ മതിയാകുകയുള്ളൂ. അതിനായി നമുക്ക് ചെയ്യാൻ കഴിയുന്നത് കണ്ണുനീരോടും കരച്ചിലോടും കൂടെ ദൈവസന്നിധിയിൽ പ്രാർത്ഥിക്കുക മാത്രമാണ്. പ്രിയപ്പെട്ട ദൈവ കുഞ്ഞുങ്ങളെ, നിങ്ങളുടെ ഒക്കെയും ജീവിതത്തിന്റെ ഏറ്റവും വലിയ ദൗത്യമാണ് വളരെ ശക്തിയോടുകൂടെ ആത്മശക്തിക്കായിട്ട് ദൈവസന്നിധിയിൽ പ്രാർത്ഥിക്കുക. ശക്തി പ്രവർത്തിച്ചുകൊണ്ട് നമുക്ക് അനുഗ്രഹിക്കപ്പെട്ട സകല ദൈവ ജീവിതം, ക്രിസ്ത്യ ജീവിതം നയിച്ചുകൊണ്ട് സകല പോരാട്ടങ്ങളെയും ജയിക്കാൻ കഴിയും. നമ്മുടെ മേൽ ഏൽപ്പിച്ചിരിക്കുന്ന ചുമതലകളെ ഏറ്റവും അനുഗ്രഹിക്കപ്പെട്ട് നിർവഹിക്കാൻ കഴിയും. നമുക്ക് നല്ല മാതൃകയായി ഇരിക്കാൻ കഴിയും. സ്വർഗത്തിലെ ദൈവം ഇന്ന് പ്രഭാതത്തിൽ എന്നെ ശ്രദ്ധിച്ച എല്ലാ ദൈവ കുഞ്ഞുങ്ങളെയും ഈ നന്മകൾ നൽകി അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. നമുക്ക് പ്രാർത്ഥിക്കാം. അത്യുന്നതനായ സ്വർഗീയ കർത്താവേ, ഈ നല്ല പ്രഭാതത്തിനായി സ്തുതിക്കുന്നു. എന്റെ ദൈവം ഒരുക്കി തന്ന ഈ നല്ല പ്രഭാതത്തെ ഓർത്ത് സ്തുതിക്കുന്നപ്പ, അനേക കുഞ്ഞുങ്ങൾ പ്രശ്നങ്ങളുടെയും പ്രതികൂലങ്ങളുടെയും നടുവിലൂടെ യാത്ര ചെയ്യുമ്പോൾ അടിയങ്ങൾക്ക് സമാധാനത്തോടെ എന്റെ പ്രിയനാഥനെ നോക്കി അബ്ബാ പിതാവേ എന്ന് വിളിക്കുവാൻ കൃപ തന്നിരിക്കുന്നുണ്ട്. സ്തോത്രം. ഇന്ന് അടിയനെ ശ്രദ്ധിച്ച എല്ലാ ദൈവ കുഞ്ഞുങ്ങളെയും അവരുടെ കുടുംബങ്ങളെയും അനുഗ്രഹിക്കുമാറാകണം. അവരൊക്കെ ഏത് അവസ്ഥയിലാണ് തിരുസന്നിധിയിലായിരിക്കുന്നതെന്ന് എന്റെ ദൈവം അറിയുന്ന കൃപയ്ക്കായി സ്തോത്രം. ഓരോ കുഞ്ഞുങ്ങളുടെ ഹൃദയത്തെ ദൈവം അറിയുന്ന കൃപകൾക്കായി സ്തോത്രം. അവരുടെ രോഗം, ദുഃഖം, വേദനകളെ അറിയുന്ന കൃപയ്ക്കായി സ്തോത്രം. എന്ന് എന്റെ ദൈവം സകലത്തിനും പരിഹാരകനായിരിക്കും. സ്തോത്രം. അങ്ങയുടെ കരങ്ങളിലേക്ക് ദൈവ കുഞ്ഞുങ്ങളെ എല്ലാവരെയും ഏൽപ്പിക്കുന്നു. ഇന്ന് അങ്ങയുടെ വചനം ശ്രവിച്ച കർത്താവ് ഇത്ര ശ്രദ്ധയോട് ദൈവസന്നിധിയിൽ ആത്മശക്തിയോട് പ്രാർത്ഥിക്കണം. അടിയങ്ങളുടെ ജീവിതത്തിൽ നേരിടുന്ന സകല പോരാട്ടങ്ങളുടെ മേലെ ജയം പ്രാപിക്കണം. അടിയങ്ങളുടെ ചുമതലകളിൽ അടിയങ്ങൾ അനുഗ്രഹിക്കപ്പെട്ട് നിർവഹിക്കണം. അടിയങ്ങൾ മറ്റുള്ളവർക്ക് മാതൃകയായിരിക്കണം. ഇതൊക്കെ ഇന്ന് ശ്രദ്ധിച്ച എല്ലാ ദൈവ കുഞ്ഞുങ്ങൾക്കും നിർവഹിക്കുവാൻ ദൈവം കൃപ നൽകണം. എല്ലാവരെയും തൊടണം. അവരിന്ന് ദൈവസന്നിധിയിൽ നീറുന്ന എല്ലാ വിഷയങ്ങൾക്കും ഇന്ന് പരിഹാരമായിരിക്കണം. എന്റെ കർത്താവ് പ്രാർത്ഥന കേട്ട് എല്ലാവരെയും അനുഗ്രഹിച്ച കൃപയ്ക്കായി സ്തോത്രം. ആർക്ക് നിത്യജീവൻ നഷ്ടപ്പെട്ടു പോകല്ലേ. യേശുവിൻ നാമത്തിൽ യാചിക്കുമ്പോൾ കൃപയോട് കേട്ട് ഉത്തരം മറയണമേ. ആമീൻ. എന്ന എല്ലാ ദൈവ കുഞ്ഞുങ്ങൾക്കും ഏറ്റവും അനുഗ്രഹിക്കപ്പെട്ട ഒരു ശുഭദിനം നേരുന്നു. ദൈവം എല്ലാവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ. ആമീൻ.